നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കും. പിണറായിയെ വേട്ടയാടിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഇഡിയുടെ വാഹനം ആക്രമിച്ചുകൊണ്ട്, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ CPMകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാചകമാണിത്. സോഷ്യൽ മീഡിയയിലൊക്കെ CPMകാർ പങ്കുവയ്ക്കുന്ന കുറിപ്പും കമന്റുകളും ഒക്കെ ഇത് തന്നെയാണ്. ഈ പൊട്ടന്മാരോട്, ഈ മണ്ടന്മാരായ കമ്മികളോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. അന്തം കമ്മികളോടാണ് ചിലതൊക്കെ ചോദിക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വാടക വീടിന് മുൻപിൽ വലിയ അക്രമം കാണിച്ചത്? അല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരെ പോലും അപമാനിക്കുന്നതിന് തുല്യമായി പോയി ഈ പരിപാടി. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവരാരും ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ അവരുടെ മക്കൾക്ക് വേണ്ടിയോ അല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്തത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നവരായിരുന്നു അവരൊക്കെ. അവരെയൊക്കെ അപമാനിക്കുകയാണ് ഇതുപോലത്തെ അന്തം കമ്മികൾ ചെയ്തത്. ഇവിടെ ഇപ്പോഴും അന്തം കമ്മികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. പിണറായി വിജയന് വേണ്ടി പോലുമല്ല ഈ കമ്മികൾ അവിടെ ഒത്തുകൂടിയത്, വീണ വിജയന് വേണ്ടിയാണ്. വീണ വിജയന് വേണ്ടിയാണ് ഇഡിയുടെ വാഹനം ആക്രമിച്ചതും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും. പക്ഷെ പിണറായി അതിനെ വരുത്തി തീർത്തത്, അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം എന്തായിരുന്നു എന്നറിയാമോ? എന്നിലൂടെ പാർട്ടിയെ വേട്ടയാടുന്നു എന്ന്. അതായത് മകളെ ലക്ഷ്യം വെക്കുന്നു, മകളിലൂടെ എന്നിലൂടെ പാർട്ടിയെ എന്നുള്ള ഒരു വ്യാഖ്യാനം അതിന് കൊടുത്തുകൊണ്ട് മകൾക്ക് വേണ്ടി ഒരു സുരക്ഷാ കോട്ട ഒരുക്കിയതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച. അല്ല, ഇതിനും മാത്രം ഈ പിണറായി വിജയന്റെ മകൾക്ക് സംരക്ഷണ കോട്ടയൊരുക്കാൻ മാത്രം വീണ വിജയൻ CPM എന്ന പ്രസ്ഥാനത്തിന് ആരാണ്? ഏതെങ്കിലും ഒരന്തം കമ്മി ഇതിനൊരു മറുപടി നൽകണം. കാരണം മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. പിണറായി വിജയനെ വേട്ടയാടുകയാണെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാം. വീണ്ടും എടുത്തു പറയുകയാണ് ആ വാക്ക്. പിണറായി വിജയനെ വേട്ടയാടുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാം. പക്ഷേ കാണിച്ചു കൂട്ടിയ കയ്യിലിരിപ്പിനാണ് പണി കിട്ടിയതെങ്കിൽ അത് സ്വയം അനുഭവിക്കുക. അല്ലാതെ അതും കൊണ്ടുപോയി പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചത്തോട്ടിടാൻ നിൽക്കരുത്. അതൊരുമാതിരി നാണം കെട്ട പണിയാണ്. ഇവിടെ വീണ വിജയൻ CPMൽ പാർട്ടി അംഗത്വമുള്ള ഒരാളാണോ? അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു മുദ്രാവാക്യം വിളിക്കാൻ വന്നിട്ടുള്ള ആളാണോ? പോട്ടെ, ഏതെങ്കിലും പാർട്ടി പരിപാടികളിലൊക്കെ പിണറായിക്കൊപ്പം പങ്കെടുക്കാൻ പലതവണ വന്നിട്ടുള്ള വീണ വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഈ പിണറായി വിജയന്റെ മകൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? അവർ എവിടെയും മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ടില്ല, തെരുവിൽ കൊടി പിടിച്ച് നടന്നിട്ടില്ല, ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, പോലീസിന്റെ അടിയോ തൊഴിയോ ചവിട്ടോ കൊണ്ടിട്ടില്ല, ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വീണ വിജയൻ CPMകാരിയാകുന്നത്? പിണറായി വിജയന്റെ മകൾ, കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, അത് മതി. പക്ഷെ ഇവിടെ പിണറായി വിജയൻ കൃത്യമായി ഈ പൊട്ടൻ അന്തം കമ്മിമാരെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് വലിച്ചെറിഞ്ഞത് എങ്ങോട്ടേക്കാണ്? നിയമത്തിന് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു. അവിടെ ആക്രമണം നടത്തിയ ഒരു കൂട്ടം ആൾക്കാരെ 300 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 300 എണ്ണത്തിൻ്റെയും കാര്യം പോക്കാണ്, ചീട്ട് കീറും. ആ സമയത്തൊന്നും പിണറായി വന്ന് രക്ഷിക്കാൻ വരില്ല. പിണറായി ഈ സമയം കൊണ്ട് തൻ്റെ മകളെ രക്ഷിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഇതൊന്നും അറിയാതെയാണ് പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ചോര കൊടുക്കാനായിട്ട് കുറേ എണ്ണം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഊച്ചാളിത്തരം എന്നല്ലാതെ ഇതിന് എന്ത് പറയാനാണ്? ഒരു പക്ഷേ ഈ അന്തം കമ്മികൾക്ക് പോലും മനസ്സിലാകുന്നുണ്ടാകില്ല പിണറായി ഇവരെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത്. അതായിരിക്കും വാസ്തവം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനിങ്ങനെ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണം? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നിൽക്കണം? ഇതിലേറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കെതിരെയാണ്. കാരണം വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്, വകുപ്പ് വേറെയാ. അപ്പോൾ പണി നല്ല 8ൻ്റെ കിട്ടും. ആയ കാലത്തൊന്നും തലയിൽ നിന്ന് ഈ കേസ് പോകാൻ ഒരു സാധ്യതയുമില്ല. ഇനി അന്തം കമ്മികളോട് ചിലത് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലത് ബോധോദയം വെക്കുമോ എന്ന് നമുക്കറിയില്ല, എങ്കിലും ചിലതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. വെറുതെ അല്ല വീണ വിജയനെതിരെ കേസെടുത്തിരിക്കുന്നത്, ഒന്നും കാണാതെയുമല്ല വീണ വിജയനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് പറഞ്ഞാലും മനസ്സിലാകും എന്ന് തോന്നുന്നില്ല, എങ്കിലും പറയുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്
അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മുൻപോട്ട് പോകുന്നത്. അതായത് CMRL കോടതിയിൽ പോയി വാദിച്ചത് ഈ കേസിൽ EDയുടെ അന്വേഷണം റദ്ദ് ചെയ്യണം എന്നായിരുന്നു. എന്നാൽ എല്ലാ രേഖകളും പരിശോധിച്ച കോടതിക്ക് ചില സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഉറപ്പായിട്ടും അന്വേഷണത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം EDക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ കേസ് എന്താണ് എന്ന് ഈ അന്തം കമ്മികൾ ഒന്ന് മനസ്സിലാക്കുക, അതുകൂടി വിവരിക്കാം. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ ഖനന കമ്പനിയായ CMRL കമ്പനിയും ഉൾപ്പെട്ടതാണ് മാസപ്പടി കേസ്. ചെയ്യാത്ത സേവനത്തിന്, അതായത് ഓർക്കുക, ചെയ്യാത്ത സേവനത്തിന് CMRL വലിയ തുക വീണയുടെ കമ്പനിക്ക് പ്രതിഫലം നൽകി എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് കേസിൽ ED അന്വേഷണം ആരംഭിച്ചത്. കരിമണൽ ഖനനം നടത്തുന്ന CMRL കമ്പനിയുടെ തടസ്സമില്ലാത്ത പ്രവർത്തനത്തിന് പണം നൽകി എന്നതാണ് ആരോപണം. പല രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ ഈ പണം നൽകിയെങ്കിലും കൂടുതൽ നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനാണ് എന്നാണ് പരാതി. അതായത് ഈ കരിമണൽ കമ്പനി കർത്ത അയാളുടെ പണം ഈ CMRL എന്ന കമ്പനി ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം കാശ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട്. അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകും എന്നതാണ് വ്യക്തമാകുന്നത്. അന്വേഷണം പോകണം, അല്ലാതെ ഒരു കൂട്ടരെ രക്ഷിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടരെ മാത്രം കുറ്റക്കാരാക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അതുകൊണ്ട് തന്നെ കർത്ത ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ റൂട്ടും അന്വേഷിക്കണം. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRLൽ നടത്തിയ റെയ്ഡിൽ 132.82 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 1.72 കോടി രൂപയാണ് വീണ വിജയന്റെയും എക്സാലോജിക് കമ്പനി അക്കൗണ്ടിലേക്കും എത്തിയത് എന്നാണ് കണ്ടെത്തൽ. കൂടാതെ വീണയുടെ കമ്പനിക്ക് ലഭിച്ച പണത്തിന്റെ രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. എക്സാലോജിക്കിന് നൽകിയ 1.72 കോടി യാതൊരു സേവനവും നൽകാതെ വാങ്ങിയ നിയമവിരുദ്ധ പണമാണ് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കണ്ടെത്തൽ. 2024 എക്സാലോജിക് കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188, സെക്ഷൻ 448 എന്നിവ ലംഘിച്ചതായി കണ്ടെത്തുകയും തുടർന്ന് ED അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. കേസിൽ വീണ വിജയനെ 11ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അതവർ തെളിയിക്കേണ്ടത് കോടതിക്ക് മുൻപിലാണ്. ഈ കേസ് സത്യസന്ധമായി അന്വേഷണം നടക്കട്ടെ. നിങ്ങളുടെ ഭാഗത്ത് പിഴവില്ല എങ്കിൽ, ഈ CMRLൽ നിന്ന് പണം വാങ്ങിയത് നിങ്ങൾ നിയമപരമായിട്ടാണെങ്കിൽ അത് നിങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ മതി. അല്ലാതെ ഈ പ്രഹസനം നടത്തേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഈ അന്തം കമ്മികളോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരു പോലെ ഒരു സ്ഥലത്ത് ഒരു IT കമ്പനി അവർ തുടങ്ങുന്നു. പിണറായി വിജയൻ പറഞ്ഞത് അവളുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് എന്നാണ്. ഓക്കെ, പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ IT കമ്പനി. ആ IT കമ്പനി തുടക്കത്തിൽ ഒരു മെച്ചവും ഉണ്ടായിരുന്നില്ല ആ കമ്പനിക്ക്. പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആ കമ്പനിക്ക് ഒരു വളർച്ചയുണ്ടാകുന്നു. പിന്നീട് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ നിന്ന നിൽപ്പിലായിരുന്നു ആ കമ്പനിക്ക് പൂട്ടിട്ടത്. എന്തിനു വേണ്ടിയായിരുന്നു ആ കമ്പനി പൂട്ടിക്കെട്ടിയത്? കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ കമ്പനി പൂട്ടിക്കെട്ടിയത്. അവർക്കൊന്നും ഒളിക്കാനില്ല എങ്കിൽ ആ കമ്പനി ഇപ്പോഴും പ്രവർത്തിപ്പിക്കണമായിരുന്നു. എന്നിട്ട് കോടതിയിൽ നിയമപരമായി അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും എന്തിനാണ് വീണ വിജയൻ ഒളിച്ചു കളിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നമുക്ക് കരിമണൽ കർത്തയുടെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. കാരണം ഈ കരിമണൽ കർത്ത ആരാണ് എന്ന് കേരളത്തിന് ഒന്ന് ബോധ്യപ്പെടണം. ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല, ഒരു വമ്പൻ കോർപ്പറേറ്റ് ആണ്. ഇയാളിൽ നിന്ന് കാശ് വാങ്ങാത്തവർ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എന്തെങ്കിലുമൊക്കെ ചില കളികൾ നടന്നിട്ടുണ്ടോ എന്ന്. കരിമണൽ എന്നത് ശതകോടികൾ വിലമതിക്കുന്ന, കേരളത്തിന്റെ സാമ്പത്തിക ഭാഗധേയത്തെ തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു നിധി കുംഭത്തിന് മുകളിലാണ് കേരളം ഇരിക്കുന്നത്. അതായത് കരിമണലിന് വേണ്ടി പല കൂട്ടരാണ് ഇവിടെ കറങ്ങി നടക്കുന്നത്. ഘടകധാതുക്കളുടെ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തിയ കരിമണലാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിലുള്ളത്. ഈ കരിമണൽ എന്നത് ശതകോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്.
ഭാവി കേരളത്തിന്റെ ഗെയിം ചേഞ്ചർ എന്ന് വരെയാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ ആ ഖനന മേഖലയിൽ വിഹരിക്കുന്നവർ പണ്ട് അബ്കാരികൾ രാഷ്ട്രീയക്കാർക്ക് നൽകിയതുപോലെ ഭരിക്കുന്നവർക്ക് മാസപ്പടി നൽകിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. CMRL MD ശശിധരൻ കർത്തയെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് പൊതുവെ ഉള്ളത്. പ്രതിഭാശാലിയായ ഒരു സംരംഭകനായി അദ്ദേഹത്തെ ഒരു വിഭാഗം പറയുമ്പോൾ, പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ളവർ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തെയും അധികാരത്തെയും മാധ്യമങ്ങളെയും സമർത്ഥമായി ഉപയോഗിച്ച കുറുക്കനായിട്ടാണ്, വ്യവസായിയായാണ് അയാളെ കാണുന്നത്. മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശിയായ ശശിധരൻ കർത്ത ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിലാണ് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വ്യവസായിയായി മാറിയത്. ഗൾഫിലായിരുന്നു ആദ്യം ജോലി. അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് 1996 കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുന്ന സ്ഥാപനമായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് തുടങ്ങിയത്. മരുഭൂമിയിൽ നിന്ന് കരിമണലിലേക്ക് പറിച്ചു നട്ട ജീവിതമാണ് കർത്തയുടേത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബിസിനസ് മാഗസീനിൽ വന്ന ലേഖനമായിരുന്നു ഈ ഒരു തലക്കെട്ടിൽ വന്നത്. കർത്ത നിരന്തരമായി ഏറ്റുമുട്ടിയത് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്നതിലൂടെയാണ് കർത്ത ആദ്യം വാർത്തയിൽ ഇടം പിടിക്കുന്നത്. ചില പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നത്. അന്ന് ചില മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കിയിരുന്നു. പക്ഷേ കർത്ത സംസ്ഥാനത്തും കേന്ദ്രത്തിലുമുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇത് അപകടകരമായ രാസവസ്തുക്കളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റി എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നത്. 10-12 ഓഫീസുകൾ കയറി ഇറങ്ങി മാസങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട നിയമപരമായ അനുമതികൾ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ നേടിയെടുത്തതിൽ ദ ഹിന്ദു പത്രം പോലും ദുരൂഹത ആരോപിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളും സഹോദരനുമൊക്കെ പങ്കാളിയായിട്ടായിരുന്നു ആദ്യം വ്യവസായം തുടങ്ങിയത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ വ്യവസായം വലിയ രീതിയിൽ വികസിച്ചു. പിന്നീട് ബിസിനസ് പങ്കാളികളായ സഹോദരങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞ് കർത്ത സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോയത് മകനൊപ്പമാണ്. ആലപ്പാട് ചവറ മേഖലയിലെ തീരങ്ങളിലാണ് ഇൽമനൈറ്റ് കിട്ടുന്നത് എന്നതിനാലാണ് അദ്ദേഹം ആലപ്പാട് ഭൂമി വാങ്ങിക്കൂട്ടിയത്. ബിനാമി പേരുകളിലും അല്ലാതെയും ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നാണ് ആലപ്പാട് കരിമണൽ വിരുദ്ധ സമിതി ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡിനും മാത്രമേ നേരത്തെ കേരള തീരത്തെ കരിമണൽ ഖനനം നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നെങ്കിലും സ്വകാര്യ കമ്പനികളെ ഖനനത്തിന് അനുവദിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്ത ആലപ്പാട്ട് ഭൂമി വാങ്ങിക്കൂട്ടിയതെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് ഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് CMRLന് വേണ്ടി കർത്ത സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതൊക്കെ മേഖലകളിൽ സ്വകാര്യ കമ്പനികളെ ഖനനം നടത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ആ വിധിയിൽ പറഞ്ഞിരുന്നത്. 2006 ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. തുടർന്ന് അനുമതി പിൻവലിക്കുകയായിരുന്നു. CMRL ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഖനന അനുമതി പിൻവലിച്ച തീരുമാനം റദ്ദാക്കി. അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും വിധി കമ്പനിക്ക് അനുകൂലമായിരുന്നു. CMRL കോടതി നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കരിമണൽ ഖനനത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ആണവോർജ ഉൽപാദനത്തിൽ കരിമണൽ അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധാതു സമ്പത്തുള്ള മേഖലകൾ രേഖപ്പെടുത്തി മാറ്റിവെച്ച ഖനനത്തിനായി വിട്ടു നൽകണമെന്ന് കോടതി നിരീക്ഷിച്ചത്. കേരള തീരത്തെ ധാതു മണലിലുള്ള ഇൽമനൈറ്റിന്റെ അതിഭീമമായ ശേഖരം ഉപയോഗിക്കപ്പെടാതെ കിടക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി തങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുവെന്ന് CMRL പ്രധാന വാദം ഉന്നയിച്ചത്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാളും കൂടിയ നിരക്കിലാണ് IRE ഇവിടുത്തെ കമ്പനികൾക്ക് ഇൽമനൈറ്റ് വിൽക്കുന്നത്. 7 ധാതുമണൽ മേഖലയിൽ ഇറക്കുമതി പ്രോത്സാഹിപ്പിച്ച് വിദേശ രാജ്യങ്ങളെ സഹായിക്കുന്ന ദുരൂഹമായ നിലപാടാണ് IREU സ്വീകരിക്കുന്നതെന്നും CMRL ആരോപിച്ചിരുന്നു. പെരിയാറിനെ മലിനീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ശശിധരൻ കർത്തയ്ക്കെതിരെ പലതവണ സമര രംഗത്തിറങ്ങിയിരുന്നു. ഇയാൾക്കെതിരെ സമരം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമരസമിതിയിലുണ്ടായിരുന്ന ചിലരെയൊക്കെ കാണാതെ പോയ ചരിത്രം വരെ ഇവിടെയുണ്ട്. അപ്പോൾ ശശിധരൻ കർത്ത ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾക്ക് രാഷ്ട്രീയക്കാർക്കിടയിലും
വലിയ ബന്ധമാണ് ഉള്ളത്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കരിമണൽ ഖനനത്തിന് വേണ്ടി വലിയ നീക്കങ്ങൾ നടത്തുന്നത്. പിണറായി വിജയന് കർത്തയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. ആ ബന്ധമാണ് മകൾ വഴി എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ഉൾപ്പെടെ തിരിഞ്ഞത് എന്ന വലിയ ആരോപണമാണ് നിലനിൽക്കുന്നത്. ഇത്ര വലിയ ആരോപണങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായിക്കും മകൾക്കും തന്നെയാണ്. എന്നിട്ടും റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥരെ, മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ അടിച്ചോടിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. എന്തായാലും കാത്തിരുന്ന് കാണണം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.